സർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കേരള ബിജെപിയിൽ ഭിന്നത രൂക്ഷമാണെന്ന്. രാജീവ് ചന്ദ്രശേഖർ മാർച്ചിൽ പ്രസിഡന്റായി ബിജെപി സംസ്ഥാന അധ്യക്ഷനായി എത്തിയതിനു ശേഷം 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു കോർ കമ്മിറ്റി കൂടി സംഘടന വിപുലീകരിക്കുന്നതിൽ അല്ലെങ്കിൽ സംഘടനയിൽ അംഗങ്ങളെ ചേർക്കുന്നതിൽ പോലും അവരൊരു തീരുമാനത്തിലെത്തിയത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നമുക്കറിയാം സർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ബിജെപിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് അല്ലെങ്കിൽ JP നദ്ദ ഇത്തരത്തിലുള്ള ഒട്ടനേകം ആളുകളുണ്ട്. വളരെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. മാത്രമല്ല തൊട്ടപ്പുറത്ത് RSS മേധാവി മോഹൻ ഭാഗവതിനെ പോലെയുള്ള ആളുകളുണ്ട്. പക്ഷേ കൂട്ടമായി ഇരുന്ന് ഒരു തീരുമാനമെടുക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ, അത് നടപ്പിലാക്കാൻ, രാജ്യത്ത് ജനങ്ങളോട് കൃത്യമായി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരൊറ്റ നിലപാട്, ഒരൊറ്റ തീരുമാനത്തിൽ ഊന്നി കേന്ദ്ര ബിജെപിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ 4ാമത്തെ ശക്തിയാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ബിജെപിയെ ശക്തമായി പുനഃസംഘടിപ്പിക്കുവാൻ ഒരൊറ്റ തീരുമാനത്തിൽ ഊന്നി കൊണ്ടുപോകാൻ വരുന്ന അധ്യക്ഷന്മാർക്ക് ആർക്കും സാധിക്കുന്നില്ല. 13ഓ 16ഓ ഗ്രൂപ്പുകൾ കേരള ബിജെപിയിലുണ്ട് എന്ന തരത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും മാധ്യമ വിമർശനവും ഒക്കെ. എന്തുകൊണ്ടായിരിക്കാം സർ കേരള ബിജെപിക്ക് ഇത്തരത്തിൽ ഏകപക്ഷീയമായി നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഒരൊറ്റക്കെട്ടായി ഇവർക്ക് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്? അത് നീതു ആദ്യം സൂചിപ്പിച്ച കാര്യം വളരെ ശരിയാണ്. ഇന്ത്യ സഖ്യം, BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യമാണ് ഇന്ത്യ 3ാമതും ഭരിക്കുകയാണ്. 3ാമത് തവണയും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം സുഗമമായിട്ട് ഭരിക്കുകയാണ് ഇന്ത്യ. കുറച്ച് വോട്ടുകളിൽ ചില സീറ്റുകളിൽ ചില കുറവ് വന്നെങ്കിലും ഒരു കുഴപ്പം കൊണ്ടില്ലാതെ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കേട്ടിട്ടില്ല അതിലെ പ്രധാന കക്ഷിയായ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഗ്രൂപ്പ് ഉള്ളതായിട്ട് നമുക്കറിഞ്ഞുകൂടാ. ഇന്ന് വരെ അങ്ങനെ വലിയ വാർത്തകളൊന്നും, വലുതെന്നല്ല കാര്യമായ ഒരു വാർത്തകളും കേട്ടില്ല. ദേശീയ തലത്തില് നരേന്ദ്രമോദി ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. അമിത്ഷാ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. മുമ്പേ സൂചിപ്പിച്ച രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയുടെ ഗ്രൂപ്പ് ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. BJPയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ്, അങ്ങനെയും ഒരു ഗ്രൂപ്പ് കേട്ടിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെയാണ്, അവരുടെ ഐക്യമാണ്. അവരെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ടുള്ള, അതാണ് ആ യോജിപ്പെന്ന് പറയുന്നത്. ആകെ കൂടെ കേട്ടത് നിതിൻ ഗഡ്കരി ചില സംസ്ഥാനങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് അദ്ദേഹം സ്വയം ചില തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു. അതല്ലാതെ എങ്കിലും ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഗതാഗത സർഫസ് ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് അദ്ദേഹം. അത്തരം കാര്യത്തിലും സംശയമില്ല. അത് നാഗ്പൂരിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് അവിടുന്നാണല്ലോ അദ്ദേഹം ജയിച്ചും വന്നിരിക്കുന്നത്. അങ്ങനെ ചില അസ്വാരസ്യങ്ങൾ, അത് അസ്വാരസ്യം എന്ന് വെച്ചാൽ വലിയ പാർട്ടിക്കകത്ത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അതല്ലാതെ ഈ BJPക്കകത്തൊരു ഗ്രൂപ്പിസം ഒന്നും കേട്ടിട്ടേ ഇല്ല. ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കള്, മോദിയാണെങ്കിലും ശരി, അമിത്ഷാ ആണെങ്കിലും ശരി, നദ്ദയാണെങ്കിലും ശരി, അവരെല്ലാം മോഹൻ ഭാഗവത് അവിടെ നിന്നുള്ള ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ. അപ്പൊ അതിന്റെ ഒരു ഡിസിപ്ലിൻ, അച്ചടക്കമുണ്ട് അവർക്ക്. പാർട്ടിയിലെ പ്രവർത്തകർക്കെല്ലാം കൃത്യമായ RSS ശാഖയിലൂടെ വന്നതുകൊണ്ട് അവരെല്ലാം വളരെ അച്ചടക്കമുള്ള പ്രവർത്തകരായിരുന്നു. അവർക്കറിയാം ഒരു പ്രശ്നം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല വ്യക്തമായ ബോധമുള്ള ആളുകളാണ്. അത്തരം ട്രെയിനിങ് കഴിഞ്ഞ് വന്നതുകൊണ്ടാകാം എന്ന് തോന്നുന്നു ദേശീയ തലത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല, ഈ ഗ്രൂപ്പിസം ഒന്നും നടക്കുന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് നോക്കുക. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ CPM, കോൺഗ്രസ്, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് 4ാമത്തെ പൊസിഷനാണത്. 4ാമത്തെ ജനപിന്തുണയുള്ള പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്, അല്ലെ NDA സഖ്യം എന്ന് പറയുന്നത്. അതില് ഭൂരിപക്ഷവും BJP ആണല്ലോ. NDA സഖ്യത്തിനകത്തല്ല, അവരുടെ അണികളും ശേഷിയുമാണ് അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു കക്ഷിക്ക് കേരളത്തിൽ ഇതുവരെ 2 അക്ക സീറ്റ് പോലും പിടിക്കാൻ പറ്റുന്നില്ല. അവരുടെയൊക്കെ അസംബ്ലിയിൽ ഒരാളുണ്ടായിരുന്ന, ഒരു MLA ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാർലമെന്റിൽ സുരേഷ് ഗോപി വന്നിട്ടുണ്ട്. അത് പറഞ്ഞാൽ അദ്ദേഹം ഒരു പൂർണ്ണ സമയ BJPക്കാരനായി മാറുന്നതേ ഉള്ളൂ. കുറച്ച് സിനിമയുടെ സ്വാധീനം കൂടെ അദ്ദേഹത്തിനുണ്ട്. എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? കേരളത്തിൽ 15-20% സീറ്റുകൾ, അങ്ങനെയാണല്ലോ കണക്കുകൾ കാണിക്കുന്നത്. ശരാശരി പറയുമ്പോൾ കേരളത്തിലെ 140 ലോക്സഭാ മണ്ഡലങ്ങളിലും നല്ല സ്വാധീനം. ചില മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും ചില മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും അവർ വരികയാണ്.
പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷെ അസംബ്ലി വരുമ്പോഴത്തേക്ക് ഒരു പിക്ചറിലും കാണുന്നില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ 15 മുതൽ 20% വരെ വോട്ടുകൾ കേരളത്തിലെ നല്ലൊരു ശതമാനം അസംബ്ലി മണ്ഡലങ്ങളിൽ നേടാൻ കഴിയുന്ന BJPക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതാണ് മുമ്പേ സൂചിപ്പിച്ച ഗ്രൂപ്പിസമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് ഈ സംസ്ഥാനം കിടക്കുന്നതെങ്കിലും അതിശക്തമായ ഗ്രൂപ്പിസം ഇന്ന് വരെ ഭരണത്തിൽ അവർ വന്നിട്ടില്ല. കേരളം ഭരിച്ചത് മുഴുവൻ LDFും UDFും മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഭരിക്കണമെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിലാണ് കേരളത്തിലെ ഈ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പല പല കാരണങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് പണ്ട് തൊട്ടേ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാരണവുമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് BJPയെ കേരളത്തിൽ ജയിക്കാൻ അല്ലെങ്കിൽ അവരെ ഒരു ശക്തിയാക്കി കേരളത്തിലെ ഭരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടെ പ്രബലമായി നിൽക്കുന്ന രണ്ട് മുന്നണികൾ LDFനും UDFനും താല്പര്യമില്ല. അതങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം 2 സീറ്റുള്ള വാജ്പേയിയുടെ കാലത്ത് 2 സീറ്റ് പാർലമെന്റിൽ ഉണ്ടായിരുന്ന കക്ഷി പെട്ടെന്ന് ഇന്ത്യ പിടിച്ചെടുക്കുകയാണ്. വർഷങ്ങളോളം 60 വർഷം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ കക്ഷിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ പെട്ടെന്ന് കയറി വരും. അതാണ് അതിന്റെ ഒരു അച്ചടക്കവും അതിന്റെ പാർട്ടി സംവിധാനവും എന്ന് പറയുന്നത് തന്നെയാണ്. അത് ഇവർക്ക് രണ്ടുപേർക്കും ഭീഷണിയാണ്. LDFനും ഭീഷണിയാണ്, UDFനും ഭീഷണിയാണ്. അപ്പൊ അതുകൊണ്ട് ചില പരസ്പര സഹായങ്ങളൊക്കെ ഇവർ നടത്തും. തെരഞ്ഞെടുപ്പിന് അഥവാ BJP ജയിച്ച് കയറുമെന്ന് വരുന്ന സമയത്ത് ചില പരസ്പര സഹായങ്ങൾ ഇവർ നടത്തുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് ശരിയുമാണ്. നമ്മൾ നോക്കിയാൽ അറിയാം. അവരുടെ ഏറ്റവും സ്വാധീനമുള്ള സ്ഥലം വടക്കൻ ജില്ല, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് ഇപ്പോഴല്ല, അത് KG മാരാരുടെ കാലം തൊട്ട് അവരുടെ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടൊക്കെ ഇരുന്ന വളരെ സമുന്നതനായ ആദരണീയനായ നേതാവാണ് ശ്രീ KG മാരാര്. അദ്ദേഹം അവിടെ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന കാലത്ത് ഇതേപോലെ തന്നെ അവസ്ഥയാണ്. മഞ്ചേശ്വരത്ത് BJPക്ക് നല്ല സ്വാധീനം ഉണ്ടാക്കി 30-35% മുകളിലേക്ക് അദ്ദേഹം വോട്ട് ഉയർത്തി കഴിയുന്ന സമയത്ത് എല്ലാം ഭീഷണിയായിരുന്നു. ഒരിക്കലും അദ്ദേഹത്തെ അവിടെ ജയിക്കാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു മുന്നണി സഹകരണം ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ 2016 മഞ്ചേശ്വരത്ത് മത്സരിച്ചത്. അന്നും എല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്താ സംഭവിച്ചത്? സുരേന്ദ്രൻ വെറും 89 വോട്ടുകൾക്കാണ് അവിടെ തോറ്റത്. 89 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയോടെ തോൽക്കുന്നത്. അവസാന റൗണ്ട് വരെ ആകാംക്ഷ നിലനിർത്തിയ ഒരു മത്സരമായിരുന്നു. പിന്നീട് ആണ് ഇത്തരം ആരോപണങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്തില് നന്നായ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ടിംഗ് നടന്നു. LDF UDF കക്ഷികൾ വോട്ട് നടന്നു. അതോടൊപ്പം തന്നെ BJPക്ക് അകത്തും അവിടെ പടലപ്പടക്കം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ പാലക്കാട്ട് കണ്ടില്ലേ? പാലക്കാട്ട് ഇന്ത്യയുടെ മെട്രോമാനെ എല്ലാവിധ ആദരവോടും കൂടി വിളിച്ചുകൊണ്ട് വന്നതാണ്. അദ്ദേഹം അങ്ങനെ പ്രത്യക്ഷമായ രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ. അദ്ദേഹവും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചു കയറും എന്നൊക്കെയുള്ള ധാരണയായിരുന്നു. പാലക്കാട് അവർക്ക് വളരെ ശക്തിയുള്ള സ്ഥലവുമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴും നഗരസഭയിലെ പല വാർഡുകളിലും വളരെ ശക്തിയുള്ള സ്ഥലമാണ്. എന്താ സംഭവിച്ചത്? അവിടെയും പിന്നീട് വന്നത് അങ്ങനെയാണ്. അദ്ദേഹം 5000 പേരെ വോട്ടുകൾക്കാണ് ഈ ശ്രീധരൻ അവിടെ തോൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ BJPയെ ജയിപ്പിക്കുകയില്ല. അത് ഇതുകൊണ്ടാണ്, ഈ ഭയം കൊണ്ടായിരിക്കാം. അസ്വാഭാവികമാണല്ലോ. പ്രധാന മുന്നണികളുടെയും ഭയം കൊണ്ടാണ് അവരെ ജയിപ്പിക്കുകയല്ല. അതിനോടൊപ്പം തന്നെ അതിന് കുടപിടിച്ചു കൊടുക്കാനാണ് ഈ പാർട്ടികളിലെ ഗ്രൂപ്പിസം. എന്തൊരു ഗ്രൂപ്പിസമാണ് ഇതിനകത്ത് നടക്കുന്നത്? ഓരോരുത്തരും അങ്ങ് ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ്. ആദ്യം CK പത്മനാഭൻ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് അദ്ദേഹം CPM പശ്ചാത്തലത്തിൽ നിന്ന് പിന്നെ BJPയിലേക്ക് വന്നതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹത്തിന്റെ കാലത്ത് ഇതേ പറഞ്ഞതുപോലെയാണ് വടക്കൻ ലോബികളുടെ ഒരു വലിയ സ്വാധീനമായിരുന്നു. അപ്പൊ തെക്കൻ ലോബികളിൽ അതിൻ്റെതായ മറുചലനങ്ങളും ഉണ്ടായി. എന്തായാലും പത്മനാഭൻ ഇപ്പൊ വലിയതായിട്ട് പിക്ചറിലില്ല. രണ്ടാമത്തെ ഈ ഗ്രൂപ്പാണ് ഇതിനകത്തിലെ ഇപ്പൊ വലിയ ശക്തമായിട്ട് വരുന്നത്. കൃഷ്ണദാസിന്റെ ഗ്രൂപ്പാണ്. PK കൃഷ്ണദാസിന്റെ ഗ്രൂപ്പാണ്. കൃഷ്ണദാസും സീനിയർ നേതാവാണ്, വളരെ സീനിയർ നേതാവാണ് അദ്ദേഹം. കേരളത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. കേരള ബേസ്ഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. ഇപ്പൊ റെയിൽവേയുടെ ചുമതലയിലുള്ള മറ്റേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പർ ഒക്കെയുള്ള സ്ഥാനങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. എങ്കിലും കേരള നേതാക്കളുമായിട്ടാണ് അദ്ദേഹം കൂടെ ഇടപഴകിയിട്ടുള്ളത്. ദേശീയ നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ MD രമേശ് എന്ന് പറയുന്ന സീനിയർ നേതാവ്, അദ്ദേഹം സീനിയറാണ്. അദ്ദേഹം കൃഷ്ണദാസ് പക്ഷ ഗ്രൂപ്പിലാണെന്നാണ് പറയുന്നത്. ഇതിലൊക്കെ അപകടകരമായ മറ്റൊരു ഗ്രൂപ്പാണ് കേരളത്തിൽ വന്നത്. ശ്രീ V. മുരളീധരൻ, കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ V. മുരളീധരന്റെയും ശ്രീ K. സുരേന്ദ്രന്റെയും ഒരു ഗ്രൂപ്പ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പായിരുന്നു എന്നാണ്. ഇതൊക്കെ അവരുടെ പാർട്ടിക്കാരുടെ ആരോപണങ്ങളാണ് കേട്ടോ. നമ്മുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല പറയുന്നത്.
മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഗ്രൂപ്പായിരുന്നു അത്. മുരളീധരൻ കെ സുരേന്ദ്രൻ ഗ്രൂപ്പായിരുന്നു കേരളത്തിൽ ഏറ്റവും പ്രബലമായിരുന്നത്. കാരണം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതാണ്ട് പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. സംഘവുമായിട്ട് RSSുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അക്കാലങ്ങളിലൊക്കെ മുരളീധരന് നല്ല പരിചയവും സ്വാധീനവും ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ വളരെ ഇതിൽ തന്നെ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോഴേ ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരും അത്തരത്തിലുള്ള പാർട്ടിയുടെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ മുരളീധരനോടൊപ്പം പ്രവർത്തിച്ചവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സോ ആണ്. അപ്പൊ മുരളീധരന് നല്ല സ്വാധീനമായിരുന്നു കേന്ദ്രത്തില്. ആ സ്വാധീനം പക്ഷെ അദ്ദേഹം കേരളത്തിലും ഉപയോഗിച്ചു. അത് കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നത് ശ്രീ മുരളീധരനായിരുന്നു എന്നാണ് മറ്റേ ഗ്രൂപ്പിന്റെ ആരോപണം. ഇവരും പാർട്ടിയെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി ചിലരെയൊക്കെ സൈഡ് ലൈൻ ചെയ്തു, ഒതുക്കപ്പെട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ്. അതാണ് ഇവരുടെ പേരിൽ വന്ന ആരോപണങ്ങൾ. അപ്പൊ അവസാനം ഒരു സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനാവാത്തൊരു സ്ഥിതി വന്നു. ഇതിനിടയിൽ കുമ്മനം രാജശേഖരൻ വരുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പിന്നെ സ്വാർത്ഥികനായതുകൊണ്ട് അദ്ദേഹം വെറുതെ പേരുദോഷം കേൾപ്പിക്കാതെ പെട്ടെന്ന് മാറുകയായിരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് ഗവർണറാക്കി അങ്ങ് മാറ്റുക ചെയ്തു. അദ്ദേഹത്തെ നമുക്ക് ഈ കൂട്ടത്തിൽ കൂട്ടേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സംസ്ഥാന അധ്യക്ഷനെ ഒറ്റയ്ക്ക് തെരഞ്ഞെടുക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി. നോക്കുക, ഭരണവും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല ഇവിടെ. ആകപ്പാടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ് കുറച്ച് അംഗങ്ങളുള്ളത്. എന്നിട്ട് പോലും ഇത്രയും ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ച് അധികാരത്തിന്റെ അതിനൊരു ശേഷിയിൽ ഉണ്ടാക്കുന്നതിനായിട്ട് ഇവർക്കാർക്കും കഴിവില്ലാതെ പോയി. അപ്പൊ അങ്ങനെയാണ് അവസാനം രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത്. കാരണം ഇവര് തമ്മിൽ ഒരിക്കലും ഒരു സമവായത്തിൽ കൂടെ പ്രസിഡന്റിനെ കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര നേതൃത്വം അത് ചെയ്തത്. രാജീവ് ചന്ദ്രശേഖരന് അത്തരം പശ്ചാത്തലങ്ങളൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ താഴേക്കിടയിൽ നിന്ന് പാർട്ടി പ്രവർത്തനം നടത്തിയൊന്നും ആളുമല്ല. ഒരു ടെക്നോക്രാറ്റാണ്, ബിസിനസ്മാൻ ആണ്, BJPയുടെ വളരെ ശക്തനായ പ്രവർത്തകനാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ കേരളത്തിൽ അങ്ങനെ വലിയ ബേസും താഴെത്തട്ടിലുള്ള അങ്ങനെ അത്തരമുള്ള ബേസുകളൊന്നും ഉള്ള ആളല്ല. എങ്കിലും അദ്ദേഹത്തെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമായിരിക്കും എന്ന് കരുതി ഒരു പരീക്ഷണം നടക്കുകയാണ് ഇപ്പോൾ. പക്ഷെ അവിടെയും കാര്യങ്ങൾ നടക്കുകയില്ലെന്നാണ് പറയുന്നത്. കേന്ദ്രത്തിന്റെ എല്ലാ ആശീർവാദങ്ങളോടും എല്ലാ അനുഗ്രഹങ്ങളോടും എല്ലാ അനുമതിയോടും കൂടി വന്നിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് പോലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നമ്മുടെ ചില സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഈ നേതാക്കളുടേതായ സീനിയോറിറ്റി, നമ്മൾ പണ്ട് ആര്യാടൻ മുഹമ്മദ് കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. കെ മുരളീധരനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആര്യാടൻ പറഞ്ഞിട്ടുണ്ട്, അത് മൂക്കാതെ പഴുത്തുപോയ ഒരു പഴത്തിന്റെ അവസ്ഥയിലുള്ള ഒരാളാണെന്നുള്ളത്. അതായത് ശരിക്കും മൂപ്പെത്താതെ പഴിപ്പിച്ച ഒരു നേതാവാണെന്നുള്ള മട്ടിലാണ് ആര്യാടൻ എന്ന് പറഞ്ഞത്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. കേരളത്തിലെ എല്ലാവരും മൂത്ത പഴങ്ങളാണ്, മൂത്ത് മുരടിച്ച് നിൽക്കുന്ന പഴങ്ങളാണ്. നേതാക്കന്മാരുടെ നമ്മൾ മുമ്പേ പറഞ്ഞ ഓരോരുത്തരെ എടുത്തു നോക്കുക. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ അങ്ങ് വിളഞ്ഞു നിൽക്കുന്ന പഴങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിളവുള്ള നേതാക്കന്മാരാണ്, അവരുടെ പരിചയസമ്പന്നരായ നേതാക്കന്മാരാണ്. ഇവര് ഗ്രൂപ്പ് കളിച്ചാൽ എന്ത് ചെയ്യും? സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ രാജീവ് ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നിരന്തരം ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ല, അസംബ്ലി പാലക്കാട് അവർ ജയിക്കേണ്ടത് നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അവർക്ക് ജയസാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇന്ന് പാലക്കാട്. എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർട്ടിക്കകത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ വരികയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ നിലമ്പൂരിലും പറഞ്ഞ പോലെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റിയില്ല. അതിന്റെ പേരിൽ പരസ്പരം ചെളിവാരി എറിയുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാന പ്രസിഡന്റിന്റെ മേളില് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടായെങ്കിലേ പറ്റൂ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം എന്ന് തോന്നുന്നു. അവരിതിനകത്ത് പരിഹാരം ഉണ്ടാക്കും. ഇപ്പൊ ടെക്നോക്രാറ്റൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ലാപ്ടോപ്പ് വഴിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ സംഘടനാ തലത്തില് അദ്ദേഹത്തിന്റെ ഒരു പുതിയ പരിഷ്കാരം ഇപ്പൊ വരാൻ പോകുന്നത് അത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തോന്നുന്നു. ഏറ്റവും ബൂത്ത് ലെവലിൽ ഉള്ള യഥാർത്ഥ പ്രവർത്തകരെ കണ്ടെത്തുക. അവിടെ പദവിയൊന്നും നോക്കണ്ട, പദവിയും സീനിയോറിറ്റി ഒന്നും നോക്കാതെ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആത്മാർത്ഥമായ ആളുകളെ കണ്ടെത്തുക. ഇനിയും കുറച്ച് വോട്ട് ശതമാനം കുറഞ്ഞോട്ടെ, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുറച്ച് വോട്ട് ശതമാനം കുറയുകയോ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല. ഇതിനകത്തിലുള്ള ഇത്തരത്തിലുള്ള പാർട്ടിക്ക് ദോഷകരമാകുന്ന ആളുകളെ ഒഴിവാക്കിക്കൊണ്ടൊരു നല്ല സംഘടനാ സംവിധാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, കഴിയുമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. അതിനകത്തിൽ അദ്ദേഹം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാനൊക്കത്തില്ല. അത് നമ്മുടെ റിസൾട്ട് ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ഘട്ടമൊക്കെ എത്തിയ ശേഷമേ നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.